Chapter number 28, ambulance services. Okay. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ എടുത്തേ? Active visual warning. ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് വരെ എടുത്തല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ആ പാസീവ് വിഷ്വൽ വാർണിംഗ്സിൽ എന്തൊക്കെയാ വരുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്തിട്ട് നെക്സ്റ്റിലേക്ക് പോവാം. പാസീവ് വിഷ്വൽ വാർണിംഗ്സിൽ ഏതൊക്കെയാ വരാ? സിമ്പിൾസ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. സിഗ്നലുകൾ വരും. ഹെഡ്ലൈറ്റ്, അതായത് കോൺട്രാസ്റ്റ് പാറ്റേൺ ആയിട്ടുള്ള ഹൈലി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പാറ്റേൺസ്. പാറ്റേൺ അതിനെ പറയുന്ന പേരെന്താ? ആ കോൺട്രാസ്റ്റ് പാറ്റേണിന്റെ പേര് പറയില്ലേ നമ്മള്? വിഷ്വൽ വാർണിംഗ്, പാറ്റേൺ ബർക്ക് മാർക്കിങ്സ് എന്നുള്ളത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഹൈലി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പാറ്റേണുകൾ യൂസ് ചെയ്തിട്ട് അങ്ങനെ രണ്ടെണ്ണം പറഞ്ഞു. അതുപോലെ സിംബലുകൾ. പിന്നെ മൂന്നാമതായിട്ട് ഒരെണ്ണം പറഞ്ഞു ചെയ്താ റിവേഴ്സ് ആയിട്ട് എഴുതുന്നത്. അതെ, വെരി ഗുഡ്. അപ്പൊ നമ്മുടെ ആ ഒരു ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ് റിവേഴ്സ് ചെയ്ത് എഴുതുന്നത് അല്ലെ? ഇത് മൂന്നെണ്ണമാണ് പാസീവ് വിഷ്വൽ വാർണിംഗിൽ വരുന്നത്. ആക്റ്റീവ് വിഷ്വൽ വാർണിംഗിൽ വരുമ്പോൾ ഏത് വരും? അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യുന്നത്, വൈറ്റ്, ബ്ലൂ, റെഡ്, ആംബർ. ഫ്ലാഷിംഗ് ലൈറ്റുകൾ അല്ലെ? ലൈറ്റ് അല്ലേ വരുന്നത്? ലൈറ്റുകളാണ് വരുന്നത്. പല കളറുകളിലുണ്ട്. നമ്മൾ ഓരോ കൺട്രി അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും അല്ലെ? എല്ലാം പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഓരോന്നിലും, അതായത് പാസീവിൽ ഏതാ വരുന്നത്, ആക്റ്റീവിൽ ഏതാ വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഓഡിബിൾ ആണ് വരുന്നത്. ഓഡിബിൾ എന്ന് പറയുമ്പോൾ തന്നെ സൗണ്ട് ആണല്ലോ, അതുമായി ബന്ധപ്പെട്ട് അറിയാം. സൗണ്ടിൽ വരുമ്പോ ഏതാ പറയാ? സൈറനുകൾ അല്ലെ? അപ്പൊ അത് മൂന്നിനുള്ളിലും വരുന്ന ഐറ്റം ഏതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെച്ച് പഠിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഡൗട്ട്സും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വരാനും പോകുന്നില്ല. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. ഓഡിബിൾ ആണ്. ഓഡിബിൾ വാർണിംഗ് നിങ്ങൾ പറഞ്ഞല്ലോ സൈറനുകളാണ് അല്ലെ? അത് തന്നെയാണ് കേട്ടോ അവിടെ. ബിസൈഡ്സ് വിഷ്വൽ വാർണിംഗ്, ഇപ്പൊ നമ്മൾ കാണുന്ന, നമ്മൾ കണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ വാർണിംഗ്സിനെ കൂടാതെ തന്നെ ആംബുലൻസിൽ എന്ത് equipped ആണ്? വിത്ത് ഓഡിബിൾ വാർണിംഗ്സ് അല്ലെ? സൗണ്ട് വഴിയുള്ള വാർണിംഗുകൾ equipped ആയിരിക്കും അല്ലെങ്കിൽ സജ്ജീകരിച്ചിട്ടുണ്ടായിരിക്കും. സംടൈംസ് നോൺ ആസ് സൈറൻസ്. അപ്പൊ അങ്ങനെയുള്ള വേർഡുകളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഓഡിബിൾ വാർണിംഗിൽ വരുന്ന ഏതാ? സൈറനുകൾ അല്ലെ? നമ്മൾ സൈറനുകളല്ലേ പറയാറ്? which can alert people and vehicles to the presence of an ambulance before they can be seen. അല്ലെ? ഇപ്പൊ നമുക്കറിയാം ഒരു ആംബുലൻസ്, ഇപ്പൊ നമ്മൾ ഒരു ട്രാഫിക്കിൽ നിൽക്കുകയാണ്, ഒരു ആംബുലൻസ് വരുന്നുണ്ടെങ്കിൽ ആ ആംബുലൻസിനെ കാണുന്നതിന് മുൻപ് തന്നെ നമ്മൾ ആ സൗണ്ട് കേൾക്കാറില്ലേ? കേൾക്കാറുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതൊക്കെ? കേൾക്കാറില്ലേ? അപ്പൊ ആ ആംബുലൻസ് ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും അല്ലെ? അത്രയും ഉയരത്തിലുള്ള ഒരു വോളിയമാണ്, ഹൈ വോളിയത്തിലാണ് ആ സൈറനുകൾ മുഴങ്ങുന്നത്. ഇതിനു വേണ്ടിയിട്ടാണത് ആളുകളെ അലേർട്ട് ചെയ്യിക്കാനായിട്ട് ഒരു ആംബുലൻസ് ആ വഴി കടന്നു പോകാനായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് അലേർട്ട് ചെയ്യിക്കാനായിട്ടാണ് ആ സൈറനുകൾ ഉള്ളത്. Then the first hearable warnings were mechanical bells
mounted to either the front of roof of the ambulance. അതുപോലെ തന്നെ ആംബുലൻസുകളില് ആദ്യകാലങ്ങളില് കേൾക്കാനായിട്ട് അല്ലെങ്കിൽ ഓഡിബിൾ വാണിംഗ് അല്ലെങ്കിൽ ഹിയറബിൾ ആയിട്ടുള്ള വാണിംഗുകളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മെക്കാനിക്കൽ ബെല്ലുകളായിരുന്നു. എന്നാൽ അതെന്തിനു വേണ്ടി ആംബുലൻസിന്റെ ടോപ്പ് റൂഫില് ഫിറ്റ് ചെയ്തിട്ടുള്ള മെക്കാനിക്കൽ ബെൽസ് ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ ഇങ്ങനെയുള്ള സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. എന്നാൽ മോസ്റ്റ് മോഡേൺ ആംബുലൻസസ് ആർ നൗ equipped with the electronic sirens which produce a range of different noises which ambulance operators can use to attract more attention to themselves, especially when advancing through an intersection or in heavy traffic. മോഡേൺ ആയിട്ടുള്ള ആംബുലൻസ് വന്നപ്പോ മെക്കാനിക്കൽ ബെൽസ് മാറി എന്തായി? ഇലക്ട്രോണിക് സൈറനുകളായി. ഈ ഇലക്ട്രോണിക് സൈറനുകൾ എങ്ങനെയാണ്? വിച്ച് പ്രൊഡ്യൂസ് എ റേഞ്ച് ഓഫ് ഡിഫറെന്റ് നോയ്സസ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരേ സൗണ്ട് ആണോ അങ്ങനെയുള്ള ആംബുലൻസ് പോകുന്ന സമയത്ത് കേൾക്കുന്നത്? ഒരേ സൗണ്ട് ആയിരിക്കോ? ഇപ്പൊ ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എമർജൻസി പേഷ്യന്റിനെ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ വോയിസ് മോഡുലേഷൻ ഉണ്ടാകുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരേ സൗണ്ട് അല്ലല്ലോ കേൾക്കാറ്. വോയിസ് മോഡുലേഷൻ ശ്രദ്ധിച്ചിട്ടില്ലേ? അത് തന്നെ എവിടെയും പറയുന്നത്. അതായത് സൗണ്ടിന് ഡിഫറെന്റ് ആയിട്ടുള്ള നോയ്സസ് അല്ലെങ്കിൽ സൗണ്ടുകളാണ് ആ ഒരു ആംബുലൻസിൽ ഏത് പേഷ്യന്റിനെയാണ് ഏത് തരത്തിലുള്ള കണ്ടീഷനുള്ള ആളുകളെയാണ് കൊണ്ടുപോകുന്നതിനനുസരിച്ച് ആ സൗണ്ടിൽ മോഡുലേഷൻസ് ഉണ്ടായിരിക്കും. Which ambulances operators can use to attract more attention to themselves. അവർക്ക് ആ ഒരു ആംബുലൻസ് പോകുമ്പോൾ കുറച്ചും കൂടി അട്രാക്ട് ചെയ്യാൻ, ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണ് ഇങ്ങനെയുള്ള സൈറനുകൾ കൊടുക്കുന്നത്. അതായത് ഇപ്പൊ ഹെവി ആയിട്ടുള്ള ട്രാഫിക് അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ ഒക്കെ വരുമ്പോ ഒത്തിരി തിങ്ങിയ ഒരു ഏരിയയല്ലേ, അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ ആംബുലൻസിന് നമ്മൾ വഴിയൊരുക്കി കൊടുക്കാൻ വേണ്ടിട്ട്, ഇപ്പൊ എത്ര തിരക്കുള്ള ഒരു വഴിയാണെങ്കിലും നമ്മൾ ആംബുലൻസ് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഒതുക്കി കൊടുക്കണം അല്ലെ. മറ്റു വാഹനങ്ങൾ ഒതുക്കി ആ ഒരു ആംബുലൻസിന് പോകാനുള്ള ഒരു വഴി സുഗമമാക്കി നൽകേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആംബുലൻസ് എത്തുന്നതിന് മുൻപ് തന്നെ അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ സൈറനുകൾ അത്രയും വോളിയത്തിൽ വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കിയേ. A new development is the use of the RDS, that is Radio Data System of car radios. നമ്മുടെ കാറിലെ റേഡിയോ ഒക്കെ പോലെയുള്ള റേഡിയോ ഡേറ്റ സിസ്റ്റം. അതായത് അത് എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചാൽ ഒരു പുതിയ ഡെവലപ്മെന്റ് ആണ്. അതുപോലെ മറ്റൊരെണ്ണമാണ് ഷോർട്ട് റേഞ്ച് FM ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. അതൊരു പർട്ടിക്കുലർ റേഞ്ചിനുള്ളിൽ ഇങ്ങനെ ഈ RDS ആയിക്കോട്ടെ, ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള FM ട്രാൻസ്മിറ്റർ ഒക്കെ എക്വിപ്ഡ് ആയിട്ടുള്ള മറ്റു വാഹനങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ആംബുലൻസിൽ RDS ആണുള്ളതെങ്കിൽ ആ RDS ഘടിപ്പിച്ചിട്ടുള്ള മറ്റു വാഹനങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള മറ്റു വാഹനങ്ങളിലേക്ക് ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ ഇങ്ങനെ ഒരു എമർജൻസി ആയിട്ട് ഒരു ആംബുലൻസ് കടന്നു പോവുകയാണെങ്കിൽ ഈ RDS വഴി നമുക്ക് ഒരു എമർജൻസി മെസ്സേജ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു RDS വഴി നമ്മളൊരു എമർജൻസി മെസ്സേജ് ഈ ആംബുലൻസിൽ നിന്ന് വിടുകയാണ്. ആംബുലൻസ് ഇങ്ങനെയുള്ള വഴിയിലൂടെ കടന്നു പോവുകയാണ്, ഇങ്ങനെയുള്ള എമർജൻസി കണ്ടീഷനിലൂടെ ഉള്ള പേഷ്യന്റിനെയാണ് കൊണ്ടുപോകുന്നത്. ഒരു മെസ്സേജ് വിട്ടു കഴിഞ്ഞാൽ ആ RDS എക്വിപ്ഡ് ആയിട്ടുള്ള ആ റേഞ്ചിനുള്ളിലുള്ള മറ്റു വാഹനങ്ങളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തുകയും അവർക്ക് അതിനനുസരിച്ച് ഈ വാഹനങ്ങൾ ഒതുക്കി ആ ഒരു ആംബുലൻസിൽ പോകാനുള്ള ഒരു വഴി ഒരുക്കി കൊടുക്കാനും സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ ഷോർട്ട് റേഞ്ച് FM ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. അവിടെയും ഇത് തന്നെ ഒരു പ്രത്യേക റേഞ്ചിനുള്ളിലുള്ള ഇങ്ങനെ FM ട്രാൻസ്മിറ്റർ ഘടിപ്പിച്ചിട്ടുള്ള മറ്റു വാഹനങ്ങളിലേക്ക് നമുക്കൊരു എമർജൻസി മെസ്സേജുകൾ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന രണ്ട് ഡിവൈസുകളാണ് RDS അല്ലെങ്കിൽ റേഡിയോ ഡേറ്റ സിസ്റ്റം, അതുപോലെ തന്നെ ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള FM ട്രാൻസ്മിറ്ററുകളും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ നമ്മുടെ സൈറനുകൾ മാത്രമല്ല, നമുക്കൊരു എമർജൻസി മെസ്സേജുകൾ ഒരു പ്രത്യേക റേഞ്ചിനുള്ളിലുള്ള അങ്ങനെയുള്ള ഇത് ഘടിപ്പിച്ചിട്ടുള്ള മറ്റു വാഹനങ്ങളിലേക്ക് ഈ ആംബുലൻസിൽ നിന്നും ഒരു എമർജൻസി മെസ്സേജുകൾ നമുക്ക് വിടാനായിട്ട് പറ്റും. അതും എന്തിൽ വരുന്നതാണ്? ഓഡിബിൾ ആയിട്ടുള്ള വാർണിംഗുകൾ പുതിയ ഡെവലപ്മെന്റിൽ വന്നിരിക്കുന്നതാണ്. എന്തൊക്കെയാന്ന് നോക്കിയേ. ഓഡിബിൾ വാർണിംഗിൽ പ്രധാനമായിട്ടും വരുന്ന ഏത് ഐറ്റമാണ്? സൈറനുകളാണ് അല്ലെ. സൈറനുകൾ എന്തിനു വേണ്ടിയിട്ടാ? ഈ ആംബുലൻസ് വരുന്ന സമയത്ത് അവിടെ നേരിട്ട് ആംബുലൻസിനെ കാണുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ സൈറനിലൂടെ ആ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ ഓരോ കണ്ടീഷൻ അനുസരിച്ച് അതിൽ ഉപയോഗിക്കുന്ന ആ സൈറനിലുള്ള സൗണ്ടിന് മോഡുലേഷൻസ് ഉണ്ടായിരിക്കും അല്ലെ, വോയിസ് മോഡുലേഷൻസ് ഉണ്ടായിരിക്കും. ആദ്യകാലങ്ങളിൽ ആംബുലൻസിൽ മെക്കാനിക്കൽ ബെൽസ് ആണ് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നതെങ്കിൽ പുതിയ മോഡേൺ ആംബുലൻസിൽ വന്നപ്പോ ഇലക്ട്രോണിക് സൈറനുകളാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പുതിയൊരു ഡെവലപ്മെന്റ് ആണ്
RDS, റേഡിയോ ഡേറ്റ സിസ്റ്റം ഓഫ് കാർ റേഡിയോസിനെ പോലെയുള്ള റേഡിയോ ഡേറ്റ സിസ്റ്റം. അപ്പൊ ആംബുലൻസിന് റേഡിയോ ഡേറ്റ സിസ്റ്റം അല്ലെങ്കിൽ മറ്റൊരെണ്ണമാണ് ഷോർട്ട് റേഞ്ച് FM transmitter which coordinates the radio of all cars within range. അതായത് FM ട്രാൻസ്മിറ്റർ ആണെങ്കിലും RDS അല്ലെങ്കിൽ റേഡിയോ ഡേറ്റ സിസ്റ്റം ഒക്കെ ആണെങ്കിലും ഈ ആംബുലൻസിൽ ഏതാണോ എക്വിപ്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏതാണോ ഉള്ളത് അതിലൂടെ നമുക്ക് അതേ സെയിം ഐറ്റം എക്വിപ്ഡ് ആയിട്ടുള്ള മറ്റ് വാഹനങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, എമർജൻസി മെസ്സേജുകൾ സെൻഡ് ചെയ്യാവുന്നതാണ്. അതൊരു പ്രത്യേക റേഞ്ചിനുള്ളിൽ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏരിയയിലോട്ട് ഒരു ആംബുലൻസ് വരാണെങ്കിൽ ആ ഒരു റേഞ്ചിനുള്ളിൽ ആ ഒരു ഏരിയയുടെ ഉള്ളിലുള്ള വാഹനങ്ങളിലേക്ക് മെസ്സേജ് പോയാൽ മതിയല്ലോ. അല്ലാതെ പുറത്ത് എവിടെയെങ്കിലും ഉള്ള വാഹനങ്ങളിലേക്ക് മെസ്സേജ് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ നിൽക്കുന്ന വാഹനങ്ങളിലേക്കാണ് ഇങ്ങനെയുള്ള എക്വിപ്ഡ് ആയിട്ടുള്ള RDS എക്വിപ്ഡ് ആയിട്ടുള്ള വാഹനങ്ങളിലാണെങ്കിൽ ഈ ഒരു ആംബുലൻസിന്റെ RDS സിസ്റ്റത്തിൽ നിന്നും ഒരു മെസ്സേജ് നമുക്ക് കൈമാറാൻ പറ്റും. അതേ സെയിം തന്നെയാണ് FM ഷോർട്ട് റേഞ്ച് ഉള്ള FM ട്രാൻസ്മിറ്ററിൽ നിന്നും ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെയുള്ള വാഹനങ്ങൾ അത് ഘടിപ്പിച്ചിട്ടുള്ള മറ്റു വാഹനങ്ങളിലേക്ക് നമുക്കൊരു എമർജൻസി മെസ്സേജുകൾ കൈമാറാനായിട്ട് പുതിയ ഈ ഒരു ഡെവലപ്മെന്റ്സ് വഴി സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഓഡിബിൾ വാർണിംഗ് ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മൾ 3 വാർണിംഗ്സ് ആണ് പറഞ്ഞത്. പാസീവ് വിഷ്വൽ വാർണിംഗ് പറഞ്ഞു. അതിൽ ഏതൊക്കെ വരുന്നുണ്ട്? അതിൽ സിംബലുകൾ യൂസ് ചെയ്യുന്നുണ്ട്, ബാറ്റൺബർഗ് മാർക്കിങ്ങുകൾ അല്ലെ, ഹൈലി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പാറ്റേണുകളുള്ള ബാറ്റൺബർഗ് മാർക്കിങ്സ് വരുന്നുണ്ട്. മൂന്നാമതായിട്ട് വരുന്ന ഏതാ? അതില് ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ് റിവേഴ്സ് ചെയ്തിരിക്കുന്നതാണ് പാസീവ് വിഷ്വൽ വാർണിംഗിൽ 3 വരുന്നത്. ആക്റ്റീവ് വിഷ്വൽ വാർണിംഗിൽ വരുമ്പോൾ ഏതാ വരുന്നത്? ഫ്ലാഷിംഗ് ലൈറ്റുകളാണ് അല്ലെ, മിന്നിക്കത്തുന്ന പലതരത്തിലുള്ള കളറുകളിലുള്ള ലൈറ്റുകൾ, മിന്നിക്കത്തുന്നതിൽ കറങ്ങുന്ന പോലെയുള്ള ലൈറ്റുകളൊക്കെ പിടിപ്പിച്ചിട്ടുള്ളതാണ് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗിൽ വരുന്നത്. തേർഡ് വൺ ആണ് ഓഡിബിൾ വാർണിംഗ്. ഓഡിബിൾ വാർണിംഗിൽ പ്രധാനമായിട്ടും വരുന്ന ഏതാ? സൈറനുകൾ അല്ലെ, സൗണ്ടിലൂടെ നമുക്ക് വാർണിംഗ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളവയാണ് ഓഡിബിൾ വാർണിംഗ്സ് എന്ന് പറയുന്നത്. 3 വാർണിംഗ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അത് 3 കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് വരുന്നതാണ് കോസ്റ്റ്. അതായത് ആംബുലൻസിന് നമ്മൾ ഒരു ആംബുലൻസ് സർവീസ് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ആംബുലൻസ് സർവീസ് ആവശ്യമായിട്ട് വരികയാണ്. നമ്മൾ ഏത് ആംബുലൻസ് സർവീസിനെ സമീപിച്ചാലും നമുക്ക് കുറച്ച് പൈസയൊക്കെ ചെലവാക്കേണ്ടി വരും അല്ലെ. ചിലത് ഫ്രീ ആയിട്ടുള്ളവ ഉണ്ടാവും, എന്നാൽ ചില കണ്ടീഷൻസിൽ നമ്മൾ അങ്ങോട്ട് പേ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അവരെത്ര ദൂരം അവർ ആ ഒരു ആംബുലൻസ് സേവനം നമുക്ക് തന്നു, അല്ലെങ്കിൽ എത്ര ദൂരം ആ വാഹനം കൂടി എന്നതിന്റെ കണക്കിനനുസരിച്ച് നമ്മൾ പേ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുമല്ലോ. അതാണ് ഇവിടെ കോസ്റ്റിൽ നമുക്ക് പറയാനുള്ളത്. 4 സർവീസ് നമുക്ക് പഠിക്കാനുണ്ട്. ആംബുലൻസ് റൈഡ് കോസ്റ്റ്, അവർ ആ ഒരു ആംബുലൻസ് ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു ചിലവ് can be paid from several sources and this will relate the local situation or kind of services being provided by whom on whom. എന്താണ് ആർക്ക് തന്നു എന്നതിനനുസരിച്ച്, അതുപോലെ ആരാണ് ആ സേവനം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള സേവനമാണ് നൽകുന്നത് എന്നതിനനുസരിച്ച് ആ ആംബുലൻസിന്റെ ആ ഒരു ചിലവാക്കേണ്ട കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എത്ര പേയ്മെന്റ് കൊടുക്കണം എന്നുള്ളത് വ്യത്യാസപ്പെട്ടിരിക്കും. അതിൽ 4 സർവീസ് നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ആണ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്, സെക്കൻഡ് വൺ ആണ് പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്, തേർഡ് വൺ ആണ് ചാരിറ്റി ഫണ്ടഡ് സർവീസ് ആൻഡ് ഫോർത്ത് വൺ ആണ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. അപ്പൊ ഫസ്റ്റ് വൺ നോക്കിയേ, ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്. ഗവൺമെന്റ് ഫണ്ടഡ് സർവീസിൽ വരുമ്പോ ഏതൊക്കെ വരാം? എന്തൊക്കെയായിരിക്കും വരുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് പറഞ്ഞേ. ഗവൺമെന്റ് ഫണ്ടഡ് സർവീസിൽ വരുമ്പോ ആ ഒരു ആംബുലൻസ് സേവനം ആരുടെയൊക്കെ കീഴിൽ വരുന്നതായിരിക്കും? എന്തിന്റെ കീഴിൽ വരുന്നതായിരിക്കും? ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ നമുക്ക് ചെയ്യുന്ന ഒരു ചാരിറ്റി ഒരു സർവീസ് ആണ് അല്ലെ. അപ്പൊ അത് ഏതൊക്കെ വരാം? ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ അല്ലെ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതാവാം. അല്ലെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതാ നമ്മുടെ ഗവൺമെന്റ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാ? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ എല്ലായിടത്തു നിന്നും നമുക്ക് ഈ ഒരു സേവനം കിട്ടും. അതുകൂടാതെ എവിടെയാ മറ്റ് നമ്മുടെ ഇപ്പൊ നമ്മുടെ മുനിസിപ്പാലിറ്റി ആണോ, നമ്മുടെ പഞ്ചായത്താണോ, അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ഏത് ഓർഗനൈസേഷൻ ആണോ? മുനിസിപ്പാലിറ്റി ഉണ്ടാവും, ചിലർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്നവരായിരിക്കും, ചിലർ കോർപ്പറേഷനിൽ ഉൾപ്പെടുന്നവരായിരിക്കും അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ കീഴിൽ ആംബുലൻസ് സർവീസുകളിൽ സേവനങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഗവൺമെന്റ് ഫണ്ടഡ് സർവീസിൽ ഉൾപ്പെടുത്താം. അപ്പൊ അങ്ങനെയുള്ള ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇപ്പൊ നമ്മുടെ ഒരു പഞ്ചായത്തിന്റെ കീഴിലാണ് അങ്ങനെ ഒരു സേവനം നമുക്ക് ലഭ്യമായിട്ടുള്ളതെങ്കിൽ നമ്മൾ ആദ്യം
ആദ്യം നമ്മുടെ പഞ്ചായത്തിലെ മെമ്പേഴ്സ് ആയിരിക്കും അല്ലെ, നമ്മുടെ വാർഡൊക്കെ കൈകാര്യം ചെയ്യുന്ന മെമ്പറുകളായിരിക്കും. ഇപ്പൊ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ നമ്മുടെ കൗൺസിലർ ആയിരിക്കും. അപ്പൊ അവരോട് നമ്മൾ എന്ത് ചെയ്യുക, ഒരാൾ മരണപ്പെട്ടു അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാല് ഉടനടി അവിടെ കൗൺസിലറോ അല്ലെങ്കിൽ മെമ്പർ ആരാണോ നിങ്ങളുടെ ബന്ധപ്പെട്ട ആളുകളുള്ളത് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പൊ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ആ ഒരു ഇതിന് കീഴിലുള്ള ഒരു ആംബുലൻസ് സേവനം നമുക്ക് ലഭ്യമാക്കി തരാനായിട്ട് അവർ താല്പര്യപ്പെടുകയും അവരതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഉടനടി നമുക്ക് ആ ഒരു ആംബുലൻസ് സേവനം തയ്യാറാക്കി തരും. ഈ തയ്യാറാക്കി തരുന്ന സമയത്ത് ചില കേസുകളിൽ ആ ആംബുലൻസ് സേവനം തികച്ചും ചില ലൊക്കാലിറ്റിയിൽ ചില ഗവൺമെന്റ് രീതിയിലുള്ളതാണെങ്കിൽ തികച്ചും ആ ഒരു ആംബുലൻസ് സേവനം ഫുള്ളി ഫ്രീ ആയിരിക്കും. എന്നാൽ ചില സമയങ്ങളിൽ ചില സിറ്റുവേഷനിൽ ചില സ്ഥലങ്ങളിൽ നമുക്കത് ഫ്രീ ആയിട്ട് തരാൻ പറ്റില്ല. ചെറിയ രീതിയിലുള്ള മോസ്റ്റ് ഓഫ് ദ ഫണ്ടും അവർ തന്നെ കൊടുക്കും, എന്നാൽ ചെറിയൊരു തുക നമ്മളും കൊടുക്കേണ്ടതായിട്ട് വരും. അത് ഗവൺമെന്റ് ഫണ്ടില് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഫ്രീ ആയിട്ട് ഫുൾ ഫ്രീ ആയിട്ടും തരാം, അല്ലെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ഫണ്ടും അവർ തന്നെ കൊടുത്ത് ചെറിയൊരു തുക നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഇതാണ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. Okay, the full or the majority part of the cost of transport by ambulance is borne by the local, regional or national government through their ordinary taxation. But tax പോലുള്ള മറ്റെല്ലാം ഉൾപ്പെടുത്തി ആ ഒരു ആംബുലൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ എത്ര രൂപ ചിലവായോ അത് ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഒരു മെജോറിറ്റിയും അവർ തന്നെ എന്ത് ചെയ്യുന്നു, ഫണ്ട് അവർ തന്നെ പേ ചെയ്യും. ഗവൺമെന്റിന്റെ കീഴിലുള്ള നമ്മുടെ ഇപ്പൊ ലോക്കൽ ആയിട്ടുള്ള പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുടെ കീഴിലാണെങ്കിലോ അവർ തന്നെ ഫുള്ളും അല്ലെങ്കിൽ ഒരു മെജോറിറ്റി പൈസയും എന്ത് ചെയ്യും, അവർ തന്നെ പേ ചെയ്യും. ഇനി ചെറിയൊരു രീതിയിലുള്ള ചില തുക മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വന്നാൽ ചിലവാകുകയുള്ളൂ. അതാണ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കി, പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്. പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എങ്ങനെയുള്ളതായിരിക്കും, ഒരു പ്രൈവറ്റ് സെക്ടറിന് കീഴിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികൾ നടക്കുന്നതായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് പൈസ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അതിന്റെ പേയ്മെന്റ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞേ. പേയ്മെന്റ് എങ്ങനെയായിരിക്കും? നമ്മൾ തന്നെ അല്ലെ, ആരാണോ ആ ഒരു ആംബുലൻസ് സേവനം നമ്മൾ വിളിക്കുന്നത് ആ ഫുൾ പേയ്മെന്റും നമ്മൾ തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. പ്രൈവറ്റ് ഫണ്ടിൽ എന്ന് പറയുമ്പോ പ്രൈവറ്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുമ്പോ കോസ്റ്റ് ഓഫ് ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഷുഡ് ബി ബൈ ദംസെൽസ്. ആരാണോ ആ ആംബുലൻസ് സേവനം ആവശ്യപ്പെട്ട് വിളിക്കുന്നത് അവർ തന്നെ മുഴുവൻ കോസ്റ്റ് മുഴുവൻ ചിലവായ തുകയും നൽകേണ്ടതായിട്ട് വരും. ഓർ ത്രൂ ദെയർ ഇൻഷുറൻസ് കമ്പനി. അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇൻഷുറൻസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി ചിലപ്പോൾ ആ ഒരു കോസ്റ്റ് അടച്ചേക്കാം. പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു തുക മുഴുവൻ ആംബുലൻസ് സേവനവുമായി ബന്ധപ്പെട്ട തുക മുഴുവനും ആ ആംബുലൻസ് സേവനം ആവശ്യപ്പെട്ട് വിളിക്കുന്ന ആരാണോ ആ വ്യക്തി തന്നെ ചെലവാക്കേണ്ടതായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി അത് ചിലവാക്കുന്നതായിരിക്കും. അതാണ് പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്. അപ്പൊ പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിക്കാമല്ലോ അല്ലെ. നെക്സ്റ്റ് വൺ ആണ് ചാരിറ്റി ഫണ്ടഡ് സർവീസ്. ചാരിറ്റി ഫണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, നമുക്കൊരു ചാരിറ്റി വഴി തരികയാണെങ്കിൽ നമ്മുടെ ഇന്ന് പൈസ എന്തെങ്കിലും വാങ്ങിക്കാറുണ്ടോ? ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്കൊരു സേവനം നൽകുമോ, ഒരു പൈസ മേടിക്കാറുണ്ടോ? ഇല്ല അല്ലെ. അതുകൊണ്ട് തന്നെ ചാരിറ്റി ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഈ പൈസ ഒന്നും അവർ വാങ്ങിക്കില്ല. ചാരിറ്റിയുടെ ബേസിസിൽ അവർ എന്ത് ചെയ്യുന്നു, ആംബുലൻസ് ട്രാൻസ്പോർട്ടേഷൻ ഗിവൺ ഫ്രീ ഓഫ് ചാർജ് ടു പേഷ്യൻസ് ബൈ എ ചാരിറ്റി. ഒരു ചാരിറ്റി അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന ഒരു സഹായത്തിന്റെ കീഴിൽ അവർ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നമുക്ക് ആ ഒരു ആംബുലൻസ് സേവനം ലഭ്യമാക്കി തരുന്നത്. ഇനി ഓൾദോ കോൺട്രിബ്യൂഷൻസ് മേ ബി സോൾഡ് ഫോർ സർവീസസ് റിസീവ്ഡ്. എന്നാൽ ഇവർ പൈസയൊന്നും നമ്മുടെ ആ ഒരു ആംബുലൻസ് സേവനത്തിന് വാങ്ങുന്നില്ല എങ്കിൽ കൂടി ചെറിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്ന സംഭാവനകളൊക്കെ അവർ വാങ്ങാറുണ്ട്. അതായത് തുകയായിട്ടുള്ള സംഭാവനകളല്ല കൂടുതലും. ഓരോ പേഷ്യന്റ് ഇപ്പൊ കിടപ്പിലായ ഒരു രോഗി മരണപ്പെട്ടു എന്ന് വിചാരിക്കുക, അപ്പൊ അവരുമായി ബന്ധപ്പെട്ട് അവർ ഉപയോഗിച്ചതായിട്ടുള്ള വാട്ടർ ബെഡുകൾ, അതായത് തീരെ പഴക്കം ചെന്നവയല്ല, അല്ലാതെ നമുക്ക് മറ്റൊരാൾക്ക് കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാട്ടർ ബെഡുകളോ വീൽ ചെയറുകളോ അല്ലെങ്കിൽ എന്താണ് വാക്കിംഗ് സ്റ്റിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ അവർക്ക് കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവരത് സ്വീകരിക്കുന്നതാണ്. അല്ലാതെ ആംബുലൻസ് സർവീസിന് വേണ്ടി അവർ യാതൊരു രീതിയിലുള്ള ഫീസും പൈസയോ ഒന്നും ഈടാക്കുന്നില്ല. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. എന്നാൽ ചെറിയ രീതിയിലുള്ള ഇങ്ങനെയുള്ള സംഭാവനകളൊക്കെ അവർ സ്വീകരിക്കുന്നുണ്ട്. അതാണ് ചാരിറ്റി ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. നിർബന്ധമല്ല, എന്നാൽ അത് കൊടുത്താൽ അവർ സ്വീകരിക്കുകയും ചെയ്യും.
സംഭാവനകൾ കൊടുത്താൽ സ്വീകരിക്കും. അല്ലാതെ നിർബന്ധമായിട്ട് നമ്മൾ പൈസ കൊടുക്കണമെന്ന് നിർബന്ധവും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. ഹോസ്പിറ്റൽ ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കുന്ന സേവനം തന്നെയാണ് കേട്ടോ. ഹോസ്പിറ്റൽസ് മേ പ്രൊവൈഡ് ദ ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഫ്രീ ഓഫ് ചാർജ്. ഹോസ്പിറ്റലുകാര് നമുക്ക് ആംബുലൻസ് സേവനം ഫ്രീ ആയിട്ട് തരുന്നുണ്ട്, പൈസ ഒന്നും കൊടുക്കാതെ ഒരു ആംബുലൻസ് സേവനം തരുന്നുണ്ട്. ഇനി അതൊരു കണ്ടീഷന്റെ പുറത്താണ്. എന്താണ് അതിന്റെ കണ്ടീഷൻ? ഓൺ ദ കണ്ടീഷൻ ദാറ്റ് patients use the hospital services which they may have to pay for. അല്ലെ, ആ പേഷ്യൻസ് ഇപ്പൊ ഒരാള് ഒരു മാസത്തോളം ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, അവര് മരണപ്പെട്ടു എന്ന് വിചാരിക്കാം. അപ്പൊ അവർ ആ ഒരു മാസത്തോളം അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പൈസ മുഴുവൻ ചെലവാക്കിയിട്ട് ആ ഒരു ഹോസ്പിറ്റലിലല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഒത്തിരി പൈസ അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഹോസ്പിറ്റലിൽ ചെലവാക്കിയതിന്റെ ബേസിസിൽ അങ്ങനെ ഒരു കണ്ടീഷൻ, അതായത് ഹോസ്പിറ്റൽ സേവനത്തില് ഉപയോഗിച്ചുകൊണ്ട് അവർ മരണപ്പെട്ടത് കൊണ്ടാണ് ആ ഒരു കണ്ടീഷൻ പ്രകാരമാണ് അവർക്ക് എന്ത് കൊടുക്കുന്നത്, ആ ഹോസ്പിറ്റലുകാര് ആംബുലൻസ് സേവനം ഫ്രീ ആയിട്ട് നൽകുന്നത്. അല്ല എങ്കിൽ നമ്മൾ പൈസ കൊടുത്താൽ മാത്രമേ അവർ ആ ഒരു സേവനം ലഭ്യമാക്കി തരുള്ളൂ. അവരെന്ത് ചെയ്യും? അല്ലാന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യാ, ഇങ്ങനെയുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഫണ്ടഡ് ആയിട്ടുള്ള ആംബുലൻസുകളെ അവര് നമുക്ക് നമ്പർ തരും, അല്ലെങ്കിൽ അവര് വിളിച്ചു തരും. നമ്മൾ അതിന്റെ എത്ര സ്ഥലത്തേക്ക് അവർ എത്ര ഓട്ടം ഓടി എന്നുള്ളതിന്റെ കണക്കിനനുസരിച്ച് നമ്മൾ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഇങ്ങനെ ഒത്തിരി നാള് ആ ഹോസ്പിറ്റലിൽ നമ്മൾ പൈസ കൊടുത്ത് ട്രീറ്റ്മെന്റുകൾ ചെയ്തുകൊണ്ടിരുന്ന പേഷ്യൻസ് ആണെന്ന് അവർക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അവർ അതിന്റെ ആ ഒരു കണ്ടീഷന്റെ പുറത്ത് അവരെന്ത് ചെയ്യും, ആ ഒരു ആംബുലൻസ് സേവനം അവര് ഫ്രീ ആയിട്ട് തരുന്നതാണ്. ഇതാണ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ 4 രീതിയിലുള്ള സർവീസ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുമ്പോൾ ഏതാ? ഗവൺമെന്റ് ഫണ്ടഡ് എന്ന് പറയുമ്പോൾ തന്നെ ഗവൺമെന്റിന്റെ ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള ഇപ്പൊ നമ്മുടെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലോ ഇതിന്റെയൊക്കെ കീഴിൽ ഗവൺമെന്റിന്റെ ഒരു ഫണ്ടോട് കൂടി ചെയ്യുന്ന ഒരു സേവനമാണ്. ഒന്നില്ലെങ്കിൽ ഫുൾ ഫണ്ട് അവർ തന്നെ കൊടുക്കും, അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ആ ഒരു പോസ്റ്റ് ചിലവാകുന്നതിന്റെ ഒരു മെജോറിറ്റിയും ആ ഗവൺമെന്റിന്റെ ആ ഒരു ഫണ്ടിൽ നിന്ന് തന്നെ അവർ കൊടുത്തേക്കും. ചെറിയ രീതിയിലുള്ള തുക മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ചെലവാകുള്ളൂ. അതാണ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്. ഇനി പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ് ആകുമ്പോൾ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ നിന്നുള്ളതായതുകൊണ്ട് തന്നെ മുഴുവൻ തുകയും ആരാണോ ഒരു ആംബുലൻസ് സർവീസ് വിളിച്ചത് അവർ തന്നെ മുഴുവൻ തുകയും നൽകേണ്ടതായിട്ട് വരും. ഇനി അവർക്കൊരു ഇൻഷുറൻസിന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി അത് നികത്തിക്കോളും, അല്ലെങ്കിൽ അവർക്ക് പേ ചെയ്തോളും. നെക്സ്റ്റ് ചാരിറ്റി ഫണ്ടഡ് സർവീസ് ആകുമ്പോൾ ആ ചാരിറ്റിയുടെ പുറത്ത് പേഷ്യൻസിന് പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ചാരിറ്റി ഫണ്ടഡ് സർവീസിലെ ആംബുലൻസ് സർവീസ് കൊടുക്കുന്നത്. എന്നാൽ ചെറിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളും അവരെന്ത് ചെയ്യുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. അത് അങ്ങനെ തുകയായിട്ടല്ല, പൈസയായിട്ട് വേണമെന്ന് അവർ പറയുന്നില്ല, മറിച്ച് അവരുടെ ഓരോരോ ആളുകളുടെ കണ്ടീഷൻ അനുസരിച്ച് മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഉപയോഗിച്ചതായിട്ടുള്ള സ്ട്രക്ചറോ വീൽ ചെയറോ അല്ലെങ്കിൽ എന്താണ് വാക്കിംഗ് സ്റ്റിക്കോ വാട്ടർ ബെഡ് പോലെയുള്ള അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്നതുണ്ടെങ്കിൽ നല്ലതൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അത് സ്വീകരിക്കുന്നതാണ്. ഇനി ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് ആവുമ്പോൾ എന്താ, ഹോസ്പിറ്റലില് ഒത്തിരി നാളായിട്ട് ട്രീറ്റ്മെന്റിൽ ഇരുന്നു കൊണ്ട് മരണപ്പെട്ടതോ അല്ലെങ്കിൽ ഒത്തിരി നാളായിട്ട് ട്രീറ്റ്മെന്റിൽ ഇരുന്ന് ഭേദമായി വീട്ടിലോട്ട് പോകാൻ പോകുന്നതായിട്ടുള്ള അങ്ങനെയുള്ള ഒത്തിരി നാൾ ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി പൈസ ചെലവാക്കിയിട്ടുള്ള പേഷ്യൻസിന് അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് അവർ തരുന്നത് കേട്ടോ. ആ കണ്ടീഷനിലുള്ള ആളുകൾക്കാണെങ്കിൽ ആ ഹോസ്പിറ്റലുകാർ അവരുടെ ആംബുലൻസ് സർവീസ് ഫ്രീ ആയിട്ട് നൽകുന്നതാണ്. അല്ലാത്ത പക്ഷം അവരെന്ത് ചെയ്യും, പ്രൈവറ്റ്ലി ഫണ്ടഡ് ആയിട്ടുള്ള സർവീസ് പോലെ മുഴുവൻ തുകയും അവരിൽ നിന്ന് ഈടാക്കുകയും ചെയ്യും. അതാണ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. 4 ക്ലിയർ ആയോ? ഓക്കെ. Okay, next ആണ് 108 emergency services and how it's work. 108 എന്ന് പറഞ്ഞ നമ്പർ കണ്ടിട്ടില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ 108ലേക്ക് വിളിക്കുന്നത്? എന്തിനു വേണ്ടിയാ 108 അല്ലെങ്കിൽ 108 എന്ന് പറഞ്ഞ നമ്പർ കണ്ടിട്ടില്ലേ? എന്തിനു വേണ്ടിയാ വിളിക്കുന്നത്? 108ലേക്ക് വിളിക്കാൻ പറയാറില്ല, ആംബുലൻസ് സേവനത്തിന് വേണ്ടിയല്ലേ. ഒരു എമർജൻസി സിറ്റുവേഷനിൽ ആംബുലൻസ് ആവശ്യമായിട്ട് വരാണെങ്കിൽ നമുക്ക് വിളിക്കേണ്ട ഒരു നമ്പറാണ് 108 കേട്ടോ. അത് ചോദിക്കാറുണ്ട്. 108 എന്ന് പറയുന്ന നമ്പർ എന്തിനു വേണ്ടി, ഏത് സർവീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ. ഏത് എമർജൻസി സർവീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്പർ മാറിപ്പോകരുത്. ഓപ്ഷനിൽ ചിലപ്പോൾ 107 ഉണ്ടാവും, 109 ഉണ്ടാവും, 110 ഉണ്ടാവും, 110 ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഓപ്ഷൻസ് മാറിപ്പോകും. നിങ്ങൾ എപ്പോഴും 108 108 എന്നുള്ള നമ്പർ
ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിട്ടേക്കാം കേട്ടോ. ആംബുലൻസ് സർവീസിന് വേണ്ടി എമർജൻസി സിറ്റുവേഷനിൽ ആംബുലൻസ് സർവീസിന് വേണ്ടി വിളിക്കേണ്ട നമ്പറാണ് 108 അല്ലെങ്കിൽ 108 എന്ന് പറയുന്ന നമ്പർ. ഓക്കെ, അപ്പൊ ഇത് നമ്മളിപ്പോ ആ ഒരു 108ലേക്ക് നമ്മളിപ്പോ വിളിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മളാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് വേഗം അതൊന്ന് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ നമ്മളൊരു ആംബുലൻസ് സർവീസിന് വേണ്ടി ഇപ്പൊ ഒരു പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു, നമുക്കായിരിക്കണം എന്നില്ല. ഇപ്പൊ നമ്മൾ റോഡിലൂടെ പോവാണ്, പെട്ടെന്ന് ഒരു ആക്സിഡന്റ് നടന്നു നമുക്ക് കണ്ടു, മറ്റാരും അവിടേക്ക് ആരും ചെല്ലുന്നില്ല. അപ്പൊ പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം വിളിക്കുന്നത് ആംബുലൻസ് സർവീസ് ആയിരിക്കും അല്ലെ, ആംബുലൻസിനല്ലേ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ആംബുലൻസിനെ വിളിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു 108ലേക്ക് നമ്മളാണ് വിളിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. ജസ്റ്റ് ഒന്ന് കഥ കേട്ടിരിക്കുന്ന പോലെ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാന്നുള്ളത്? When an emergency is intimated through 108, ഒരു 108ലോട്ട് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ഇന്റിമേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അറിയിക്കുക. അറിയിക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാല് കോളർ എന്ന് പറഞ്ഞാൽ ആരാ? വിളിക്കുന്ന ആള് അല്ലെ, അങ്ങോട്ട് പിടിച്ച് അറിയിക്കാൻ പോകുന്ന ആളല്ലേ കോളർ എന്ന് പറയാ. collect the needed basic information and sends appropriate services. അപ്പൊ ആ വിളിക്കുന്ന ആളുകൾ 108ലേക്ക് നമ്മൾ വിളിച്ചു, ഇവരുടെ എമർജൻസി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് അറിയിക്കുകയാണ്. അപ്പൊ അറിയിക്കുന്ന സമയത്ത് വിളിക്കുന്ന കോളർ എന്ത് ചെയ്യണം? ചില ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് അറിഞ്ഞിട്ട് വേണം അവരെ എന്ത് ചെയ്യാനായിട്ട്, അവർക്ക് അത് പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പൊ അതെന്തൊക്കെയാണ് ആ ഇൻഫർമേഷൻസ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. പ്രൈമറി ഇൻഫർമേഷൻ ഗോട്ട് ഇൻക്ലൂഡ്. ഏതൊക്കെ ഇൻഫർമേഷൻസ് ആണ് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്? വേർ ദ കോൾ ഈസ് പ്ലേസ്ഡ് ഫ്രം, എവിടെ നിന്നാണ് ആ കോള് വിളിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്, ഏത് താലൂക്കിൽ നിന്നാണ്, ഏത് സിറ്റി, ഏത് ടൗൺ, അല്ലെങ്കിൽ എക്സാക്ട് ആയിട്ടുള്ള കറക്റ്റ് കൃത്യമായിട്ടുള്ള നമ്മുടെ ആ ഒരു ലൊക്കേഷൻ എവിടെയാണ്, എന്തെങ്കിലും ലാൻഡ്മാർക്ക് ഉണ്ടോ, എന്തിനു വേണ്ടി കൃത്യമായിട്ട് അവിടേക്ക് അവർക്ക് ആ ഒരു ആംബുലൻസ് സർവീസ് വഴി ആംബുലൻസ് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് അവർ എവിടെ നിന്നാണ് വിളിക്കുന്നത്, കൃത്യമായിട്ട് ആ ഒരു സിറ്റുവേഷൻ ആവശ്യമായിട്ടുള്ള സ്ഥലം ഏതാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. രണ്ടാമത്തെ കാര്യം നോക്കി, എമർജൻസി ടൈപ്പ്. ഏത് തരത്തിലുള്ള എമർജൻസി ആണ്? ഇപ്പൊ ആക്സിഡന്റ് ആണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് ആണോ, അല്ലെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു വലിയ ഒരു ആക്സിഡന്റ് പോലുള്ള വലിയ ഒത്തിരി ആളുകൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളിലേക്കായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള ഒരു ഇൻസിഡന്റ് ആണ്, ഏത് തരത്തിലുള്ള ഒരു എമർജൻസി ആണ് എന്നുള്ള കാര്യം അവർക്ക് അറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വിളിക്കുന്ന ആളെ എന്ത് ചെയ്യണം? അത് ഏത് തരത്തിലുള്ള കേസാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. നെക്സ്റ്റ് നോക്കി, നമ്പർ ഓഫ് പീപ്പിൾ ഇഞ്ചേർഡ് ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഇഞ്ചേർഡ്. അതുപോലെ എത്ര ആളുകൾ ഇഞ്ചേർഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ആക്സിഡന്റ് ആണെങ്കിൽ എത്ര ആളുകൾക്ക് അതിൽ പരിക്ക് പറ്റി, അല്ലെങ്കിൽ എത്ര ആളുകൾ ആ ഒരു ആക്സിഡന്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നിലവിലിപ്പോ ആ പരിക്കേറ്റവരുടെ അവസ്ഥ എന്താണ് എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഒരാളാണെങ്കിൽ നമുക്ക് സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള ആംബുലൻസ് ഒക്കെ മതിയാവും. എന്നാൽ ഒത്തിരി പേര് ഒരുമിച്ച് ഒരു ആക്സിഡന്റിൽ ഇൻവോൾവ് ആയിട്ട് അവർക്ക് ഒത്തിരി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, അവരുടെ സിറ്റുവേഷൻ ഇത്തിരി കൂടി മോശമാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഒത്തിരി പേരെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള ആംബുലൻസ് വേണം അല്ലെ. അങ്ങനെ ഒരുമിച്ച് എല്ലാവരെയും കൊണ്ടുപോകാൻ പറ്റുന്ന ആംബുലൻസ് ഏത് ആംബുലൻസ് ആണ്? നമ്മൾ ടൈപ്പ് പഠിച്ചപ്പോ പറഞ്ഞില്ലേ, ഏത് ആംബുലൻസ് ആണ് ഒത്തിരി പേരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന, ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആംബുലൻസ് ഏതാണ്? മറന്നുപോയ? ഓണത്തിന്റെ ഒക്കെ വെക്കേഷൻ കഴിഞ്ഞപ്പോ വെരി ഗുഡ്, ആംബുലൻസ് ബസ് അല്ലെ. ആംബുലൻസ് ബസ്സുകളിലൂടെ നമുക്ക് കൊണ്ടുപോകാം. അപ്പൊ അവരെന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നത്, നമ്മൾ അവിടെ എടുത്തിരിക്കുന്ന ആ ഒരു എമർജൻസി ഓപ്പറേറ്ററിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഏത് സിറ്റുവേഷൻ ആണ്, എന്താണ് അവിടുത്തെ സാഹചര്യം, അതുപോലെ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് ആംബുലൻസിലുള്ള സജ്ജീകരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആംബുലൻസ് അവർക്ക് ആ കൃത്യമായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കൊടുക്കണം എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ട് അറിയാണ് ഒത്തിരി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, അവരെല്ലാവരെയും കൊണ്ടുപോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമയം അവിടെ നഷ്ടമാകുകയില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമേ ഇത് അറിയുകയാണെന്നുണ്ടെങ്കിൽ അവർ അതുപോലെയുള്ള ആംബുലൻസ് ബസ്സുകൾ പോലെയുള്ള ലാർജ് ആയിട്ടുള്ള വണ്ടികൾ, വാഹനങ്ങളൊക്കെ ആംബുലൻസ് അങ്ങനെയുള്ള ബസ്സുകളൊക്കെ സെറ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും അവർ എത്തുക. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ലാസ്റ്റ് പോയിന്റ് നോക്കി,
ദ കോളേഴ്സ് നെയിം, അതുപോലെ തന്നെ ഈ വിളിക്കുന്ന വ്യക്തിയുടെ പേര് പറഞ്ഞു കൊടുക്കണം, അതുപോലെ കോണ്ടാക്ട് നമ്പറും കൊടുത്തിരിക്കണം. സോ ലൊക്കേഷൻ ഗൈഡൻസ് ഇസ് നീഡഡ്. ആ ഒരു ലൊക്കേഷനിലേക്ക് കൃത്യമായിട്ട് അവർക്ക് എത്താൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഡയറക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള നെയിമും കോണ്ടാക്ട് നമ്പറും കൊടുക്കേണ്ടത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൈമറി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടത്? എവിടെ നിന്നാണ് ആ കോൾ വിളിക്കുന്നത്, കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണം. രണ്ടാമത് പറഞ്ഞില്ല, ഒരു എമർജൻസി ടൈപ്പ് ഏതാണ്, ഏത് തരത്തിലുള്ള ഒരു എമർജൻസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വിളിക്കുന്നത് എന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കുക. മൂന്നാമത് എന്താ, എത്ര ആളുകൾ അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്, നിലവിൽ ഇപ്പോ അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ കോളറിന്റെ പേര് പറഞ്ഞു കൊടുക്കണം, കോണ്ടാക്ട് നമ്പറും ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തിനു വേണ്ടിയാ? കൃത്യമായിട്ടുള്ള ലൊക്കേഷനിലേക്ക് അവർക്ക് എത്തുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ആ ഒരു ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കോളറിന്റെ നെയിമും നമ്മുടെ ഫോൺ നമ്പറും കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഒത്തിരി Okay, next വരുന്നതാണ് emergency help sent through this process is expected to reach the site of the emergency in an average of 18 minutes. ഒരു എമർജൻസി ഹെൽപ്പ് നമ്മൾ ഇവിടെ വിളിച്ച് ചോദിക്കുന്നത് ഒരു ആംബുലൻസ് സർവീസ് എന്ന് പറയുന്ന ഒരു എമർജൻസി ഹെൽപ്പ് അല്ലേ, സഹായമാണല്ലോ. Through this process is expected, എത്ര പ്രതീക്ഷിക്കുന്നുണ്ട്? To reach the site of the emergency in an average of 18 minutes. നമ്മൾ ഇങ്ങനെ ഒരു 108ലേക്ക് വിളിച്ചു, ഒരു എമർജൻസി ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പ്രതീക്ഷിക്കാവുന്ന സമയം എത്രയാണ്? ഒരു ആവറേജ് 18 മിനിറ്റ്സിനുള്ളിൽ അവിടേക്ക് ആ ഒരു ഹെൽപ്പ് എത്തണം അല്ലെ. ഇപ്പൊ ആംബുലൻസ് വിളിക്കുന്നത് അത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോഴല്ലേ, അത് സമയം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ആ രോഗി ചിലപ്പോൾ എന്ത് ചെയ്യും, മരണപ്പെട്ടു പോയിട്ടുണ്ടാവും അല്ലെ. അതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ ഒരു ആവറേജ് 18 മിനിറ്റ്സ് എന്ന് പറയുന്നത് നമ്മളൊരു ഏകദേശം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതിനുള്ളിൽ ആ ഒരു ആംബുലൻസ് സർവീസിന്റെ ആ ഒരു സഹായം അവിടെ ലഭ്യമാക്കണം. Then pre-hospital care will be given to patients who are transported to the nearest hospital. ഇനി ആ ഒരു ആംബുലൻസ് എത്തി അവിടെ നിന്ന് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് ഇവരെ എത്തിക്കുന്ന അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപുള്ള കെയർ നമുക്ക് കൊടുക്കാനും പറ്റും. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് അവർ ചോദിക്കുന്നത് എന്താണ് സിറ്റുവേഷൻ, പ്രസന്റ് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പൊ അതിനനുസരിച്ചുള്ള സ്റ്റാഫുകളും കാര്യങ്ങളും അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഒക്കെ എക്യുപ്ഡ് ആയിട്ടുള്ള വാഹനങ്ങളായിരിക്കും വരുന്നത്. അപ്പൊ അവർക്ക് വല്ല ഫസ്റ്റ് എയ്ഡ് പോലുള്ള CPR ഫസ്റ്റ് എയ്ഡും ഒക്കെ ആ ഒരു ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് കൊടുക്കണമെങ്കിൽ അതും നമുക്ക് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് ലഭ്യമായിരിക്കും. The service generally free to patients. അതുകൊണ്ട് തന്നെ ഈ സേവനം എപ്പോഴും ആ പേഷ്യൻസിന് എങ്ങനെയാണ്, ഫ്രീ ആയിട്ടുള്ള ഒരു സേവനമാണ്. ഓക്കെ, അപ്പൊ 108ലേക്ക് നമ്മൾ ഒരു ആംബുലൻസ് സേവനത്തിൽ വിളിച്ചാൽ അതൊരു ഫ്രീ സർവീസ് ആണ്. അത് കൃത്യമായിട്ടൊരു 18 ആവറേജ് ഒരു 18 മിനിറ്റ്സിനുള്ളിൽ അവരെത്തും. അതുപോലെ തന്നെ എന്തൊരു ഫ്രീ ഹോസ്പിറ്റൽ കെയറുകൾ നമുക്ക് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് അവർക്ക് കൊടുക്കാനും പറ്റും. 108 is generally by the EMRI. EMRI ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ, എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് EMRI. Across more than 10 states in India. നമ്മുടെ ഇന്ത്യയിലെ 10ൽ കൂടുതൽ സ്റ്റേറ്റിലും ഈ എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ EMRIയുടെ കീഴിൽ വരുന്ന ഈ 108 എന്ന് പറയുന്ന ഒരു സേവനം 10ൽ കൂടുതൽ നമ്മുടെ സ്റ്റേറ്റിലുള്ള 10ൽ കൂടുതൽ സ്റ്റേറ്റിലും എന്താണ് ലഭ്യമാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയില് ഒരു സ്റ്റേറ്റിൽ നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ മാത്രമല്ല 10ൽ കൂടുതൽ സ്റ്റേറ്റുകളിലും ഈ EMRIയുടെ കീഴിൽ വരുന്ന ഈ 108 ആയിട്ടുള്ള ഫ്രീ സേവനം ഒത്തിരി പേര് എന്ത് ചെയ്യുന്നു, ഒത്തിരി സ്റ്റേറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. During an emergency situation, to know what to do might save someone's life. ഒരു പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു, അപ്പൊ നമ്മൾക്ക് അറിയണം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ബോധമുണ്ടായെങ്കിൽ നമുക്ക് ചിലപ്പോ എന്താണ് ഒരാളുടെ ലൈഫ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ആ സിറ്റുവേഷനിൽ നമ്മൾ ഉടനെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെ ഓരോരുത്തരും അറിയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരാളുടെ ജീവൻ വരെ നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റിയെന്ന് വരും. ഇനി അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ ആ ഒരു എമർജൻസി ഓപ്പറേറ്റർ അല്ലെങ്കിൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട് അടിയന്തര സഹായം ആവശ്യപ്പെടുന്നത് ഫ്യൂ ടിപ്സ്, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് പറയുന്നത്. വാട്ട് യു ഷുഡ് ടെൽ ദ എമർജൻസി ഡിസ്പാച്ചർ, അല്ലെങ്കിൽ എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ട അടിയന്തര സഹായം നൽകുന്നതിന് ആവശ്യമായിട്ടുള്ളവരെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് വൈൽ കോളിംഗ് ഫോർ ആൻ ആംബുലൻസിന് വേണ്ടി നമ്മൾ
വിളിക്കുന്ന സമയത്ത് എന്തൊക്കെ ടിപ്പുകളാണ് വിളിക്കുന്ന കോളർ ചെയ്യേണ്ടത്, അവർക്ക് ആവശ്യമായിട്ടുള്ള ടിപ്പുകളാണ് പറയുന്നത്. നോക്കിയ ഒരു 6 പോയിന്റ് പറയുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി തന്നെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഫസ്റ്റ് വൺ നോക്കി, ബി കാം ആൻഡ് tell the emergency operator the details of the type of emergency. എന്ത് ചെയ്യുക, കാം ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ശാന്തമായിരിക്കുക അല്ലെ. അതായത് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ടെൻഷൻ ഒന്നും ഇല്ലാതെ, നമ്മളൊരു ടെൻഷനുള്ള ആള് ഫോൺ ചെയ്ത് പറയുകയാണെങ്കിൽ ഇന്ന സ്ഥലത്ത് ഒരു എമർജൻസി ഉണ്ട്, അപ്പൊ അവിടേക്ക് വരണം എന്ന് പറഞ്ഞ ടെൻഷൻ അടിച്ച് പറയുകയാണെങ്കിൽ ആ കിട്ടുന്ന എന്താണ് എമർജൻസി ഓപ്പറേറ്ററിനും അതൊന്നും ക്ലിയർ ആവില്ല അല്ലെ. നമ്മൾ ടെൻഷൻ അടിച്ച് പറയുമ്പോൾ അങ്ങനെയല്ലേ, പകുതി കാര്യങ്ങൾ വിട്ടുപോവുകയും ചെയ്യും, ക്ലിയർ ആയിട്ട് പറയാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കോളർ എപ്പോഴും കുറച്ച് കാമായിരിക്കണം, കുറച്ച് ശാന്തമായിരുന്നുകൊണ്ട് ആ എമർജൻസി ഓപ്പറേറ്ററോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിന് എന്താണ് ആദ്യം ചെയ്യേണ്ടത്, ആ എമർജൻസി ടൈപ്പ് ഏത് തരത്തിലുള്ള എമർജൻസി ആണെന്ന് പറഞ്ഞു കൊടുക്കുക. രണ്ടാമത് നോക്കി, യു വിൽ ബി ഡിമാൻഡഡ് ടു ടെൽ ഹിം ഓർ ഹെർ ദ അഡ്രസ് ടു വെയർ ദ ആംബുലൻസ് ഷുഡ് റീച്ച്, ദാറ്റ് ഇൻക്ലൂഡ് പോസ്റ്റൽ കോഡ്. അതുപോലെ തന്നെ ആ ഒരു എമർജൻസി ഓപ്പറേറ്ററുമായിട്ട് സംസാരിക്കുമ്പോൾ എന്താണ് ആവശ്യപ്പെടേണ്ടത്, എത്രയും വേഗം ആ എമർജൻസി സ്ഥലത്തേക്ക് ഉടനടി എത്താനായിട്ട് ആവശ്യപ്പെടുക. അതിനുവേണ്ടി ആ കറക്റ്റ് ലൊക്കേഷന്റെ അഡ്രസ് അതുപോലെ തന്നെ പോസ്റ്റൽ കോഡ് ഉൾപ്പെടെ പറഞ്ഞ് ക്ലിയർ ആക്കി വ്യക്തമായിട്ട് ആ കറക്റ്റ് ലൊക്കേഷനിലോട്ട് വരേണ്ടതായിട്ടുള്ള പോസ്റ്റൽ കോഡ് ഉൾപ്പെടെയുള്ള അഡ്രസ് പറഞ്ഞ് ഡിമാൻഡ് ചെയ്യുക, ആവശ്യപ്പെടുക, ആ സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ട് ആവശ്യപ്പെടുക. മൂന്നാമത് എന്താ, യുവർ ഫോൺ നമ്പർ മേ ഓൾസോ ബി ഇൻക്വയർഡ്. ഇൻക്വയർഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആരായിക. അപ്പൊ നമ്മൾ ആ ഒരു നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, എമർജൻസി ഓപ്പറേറ്ററുകൾ നമ്മുടെ ഫോൺ നമ്പറും പേരൊക്കെ ചിലപ്പോൾ ചോദിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയാം, ഇൻ കേസ് ദ ഓപ്പറേറ്റർ വാണ്ട്സ് ടു കോൺടാക്ട് യു ഫോർ ഡയറക്ഷൻസ്. അവർക്ക് ആവശ്യമായിട്ട് ഇപ്പൊ അവർ ആ ഒരു ലൊക്കേഷനിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും ഡയറക്ഷൻസ് ആവശ്യമായിട്ട് വരണം. ഇപ്പൊ ചില വഴികളിലൊക്കെ വരുമ്പോ വലപ്പോ ബ്ലോക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മറ്റേതെങ്കിലും വഴി എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ആ വിളിക്കുന്ന കോളറിന്റെ ആ ഒരു പേരും കോണ്ടാക്ട് നമ്പറും ഒക്കെ ആരായുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇൻക്വയർഡ് ആവുകയാണെങ്കിൽ ആ ഫോൺ നമ്പറൊക്കെ എന്ത് ചെയ്യുക, വിളിക്കുന്ന കോളർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, ഒരു നമ്പർ കൊടുക്കുക. നെക്സ്റ്റ് ഫോർത്ത് വഴി എന്താ പറയുന്നത്, he or she will also need the patient's age, sex and any medical history you might recollect. അതുപോലെ ഇപ്പൊ ഒരു വ്യക്തിക്കാണ്, ഇപ്പൊ നമ്മളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തിക്കാണ് ഇങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നതെങ്കിൽ ആ വ്യക്തിയുടെ ഏകദേശം ഏജ് എത്രയാണ്, സെക്സ് ഏതാണ്, മെയിൽ ആണോ ഫീമെയിൽ ആണോ, അതുപോലെ തന്നെ എന്തെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററി, ഇപ്പൊ എന്തെങ്കിലും ഹാർട്ട് അറ്റാക്ക് പെട്ടെന്ന് വയ്യാതെ എവിടെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മുൻപ് ഹൃദയ സംബന്ധമായിട്ടുള്ള മറ്റു രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ മുൻപ് ഇങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ, അത് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, അവരുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഫിഫ്ത് പോയിന്റ് നോക്കി, ദ ഓപ്പറേറ്റർ വിൽ ഓൾസോ നീഡ് ടു നോ ഇഫ് ദ പേഴ്സൺ ഈസ് ബ്ലീഡിങ്. എന്തെങ്കിലും രീതിയിലുള്ള ബ്ലീഡിങ്ങുകൾ ആ വ്യക്തികൾക്ക് ഉണ്ടാകുന്നുണ്ടോ, അതുപോലെ ഇഫ് ഹി ഓർ ഷീ ഈസ് കോൺഷ്യസ്. അവര് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ, ബോധാവസ്ഥയിലുള്ളവർ അല്ലെ, അതോ അബോധാവസ്ഥയിലുള്ളവരാണോ, അതുപോലെ ചെസ്റ്റ് പെയിൻ, നമുക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുന്നുണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി ആ ഓപ്പറേറ്ററിനോട് നമ്മൾ വിളിക്കുന്ന കോളേഴ്സ് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ബ്ലീഡിങ്ങും കാര്യങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ചെസ്റ്റ് പെയിനോ ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എക്വിപ്മെന്റ്സുകളുള്ള വാഹനങ്ങൾ, ആംബുലൻസ് അവർക്ക് വിടാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള കാര്യങ്ങളുള്ള ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ആളുകളെ, സ്റ്റാഫുകളെ കൂടി ഉൾപ്പെടുത്തിയുള്ള വാഹനങ്ങൾ ആ ഒരു ഏരിയയിലേക്ക് വിടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് നോക്കി, യു വിൽ ഓൾസോ ബി ഡിമാൻഡഡ് ടു മേക്ക് ക്ലിയർ ദ ടൈപ്പ് ഓഫ് ഇഞ്ചുറി, എമർജൻസി ആൻഡ് വാട്ട് കോസ് ദ ഇൻസിഡന്റ്. അതുപോലെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആവശ്യപ്പെടുന്നവര്, മേക്ക് ക്ലിയർ ദ ടൈപ്പ് ഓഫ് ഇഞ്ചുറി. ആ ഒരു പരിക്കേറ്റവരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ അത് ക്ലിയർ ആയിട്ട് ഏത് തരത്തിലുള്ള എമർജൻസി ആണ്, ആക്സിഡന്റ് ആണോ, സൂയിസൈഡ് പോലെയുള്ളവയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർട്ട് അറ്റാക്ക് പോലെ വന്ന് പെട്ടെന്ന് വന്ന വയ്യായ്മകളാണോ എന്നുള്ള കാര്യം, ഏത് തരത്തിലുള്ള എമർജൻസി ആണെന്നുള്ളത് ആദ്യം ക്ലിയർ ചെയ്ത് പറയുക. അതുപോലെ തന്നെ ആ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടാകാനായിട്ടുള്ള കാരണം അറിയാമെങ്കിൽ അതും ഒന്ന് പറഞ്ഞേക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടതാണ്, ഈ കോളർ, വിളിക്കുന്ന കോളർ അവര് പാലിക്കേണ്ടത്, അവര് മനസ്സിലാക്കി വെക്കേണ്ട ചില ടിപ്പുകളാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ എമർജൻസി ഓപ്പറേറ്ററുമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ അവരോട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേഷനിലൂടെ ക്ലിയർ ആയിട്ട് വളരെ ശാന്തമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ക്ലിയർ ആയോ? ആ ഒരു 6 പോയിന്റും വേഗം ഒന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കി.
എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പറയുന്നു. Five and six one. Okay. Fine എന്ന് പറഞ്ഞു നോക്കി. The operator will also need to know if the person is bleeding. അതായത് ആ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ ആ വിളിച്ച് എമർജൻസി ഓപ്പറേറ്റർ വിളിച്ച് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ അവരെന്തിനു വേണ്ടിയിട്ടാണ് ആ പേഴ്സണ് ബ്ലീഡിങ് ഉണ്ടോ എന്ന് അവർക്ക് അറിയണം. അതുപോലെ തന്നെ അവർ കോൺഷ്യസ് ആണെന്ന് പറഞ്ഞാൽ അവർ ബോധമുള്ളവരാണ്, ബോധാവസ്ഥയിലുള്ളവരാണോ? അപ്പൊ നമുക്കറിയാം ചിലവർ അൺകോൺഷ്യസ് ആയിരിക്കും, അബോധാവസ്ഥയിലായിരിക്കും. അപ്പൊ അവർ ഏത് സിറ്റുവേഷനിലാണ് അവർക്ക് പോലും ഒരു ഓർമ്മയൊന്നും ഉണ്ടാവില്ല അല്ലെ. അങ്ങനെയുള്ള രീതിയിലുള്ള കോൺഷ്യസ് ആയിട്ടുണ്ടോ, അവർ ബോധാവസ്ഥയിൽ തന്നെയാണോ, അവർക്ക് എന്തെങ്കിലും ചെസ്റ്റ് പെയിൻ ഉണ്ടോ, നെഞ്ചുവേദന അനുഭവപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ, ബ്രീതിങ്ങോ കോൺഷ്യസ്നെസ്സോ ചെസ്റ്റ് പെയിനോ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് ആ പേഷ്യന്റിന് ഉണ്ടോ എന്നുള്ളത് ആര് പറഞ്ഞു കൊടുക്കണം? ഈ കോളർ ആ ഓപ്പറേറ്ററിന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ആ ഓപ്പറേറ്ററിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചെങ്കിൽ മനസ്സിലാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിനനുസരിച്ചുള്ള ആംബുലൻസ് സേവനം അവിടേക്ക് വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ചെസ്റ്റ് പെയിനോ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ പോലെയുള്ളവയൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള പ്രത്യേക തരമുള്ള ആംബുലൻസുകൾ അതിനനുസരിച്ചുള്ള സ്റ്റാഫുകൾ ഉൾപ്പെടുത്തി വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടെന്ന് അറിയുന്നതിന് മുൻപ് തന്നെ അറിയുന്നതല്ലേ നല്ലത്. അപ്പൊ അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങളുള്ള ആംബുലൻസ് വിടാലോ. അപ്പൊ അത് വേണ്ടിയിട്ട് 6th പോയിന്റ് എന്താ പറഞ്ഞ? യു വിൽ ഓൾസോ ബി ഡിമാൻഡഡ് ടു മേക്ക് ക്ലിയർ ദ ടൈപ്പ് ഓഫ് ഇഞ്ചുറി ഓർ എമർജൻസി. ആ ഒരു എമർജൻസി അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി ക്ലിയർ ആയിട്ട് ഏത് തരത്തിലുള്ളതാണെന്ന് പറഞ്ഞു കൊടുക്കണം. അതുപോലെ എന്ത് കാരണം കൊണ്ടാണോ ഒരു സംഭവം നടന്നത്, ഇപ്പൊ ആക്സിഡന്റ് കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ആ ഒരു സംഭവം നടന്നത്, ഇപ്പൊ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ആ ഒരു എമർജൻസി സിറ്റുവേഷനിലേക്ക് എന്ത് കാരണം കൊണ്ടാണോ ഒരു സംഭവം നടന്നത് എന്നറിയാമെങ്കിൽ അതും ആ ഒരു ഓപ്പറേറ്ററുമായിട്ട് ഷെയർ ചെയ്താൽ അതിനനുസരിച്ചുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് അവർക്ക് ആ ഒരു ആംബുലൻസ് സേവനത്തിൽ നിന്ന് ലഭ്യമായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അത് പോയിന്റ്സ് ഒക്കെ ക്ലിയർ ആയോ എല്ലാവർക്കും? വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇപ്പൊ നമ്മളാണ് ഇത് ചെയ്യുന്നെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന രീതിയിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ച് നോക്കിയാൽ അപ്പൊ വേഗം എഴുതാൻ പറ്റും. അപ്പൊ മാറിപ്പോവുകയില്ല. നമ്മളാണ് ഇപ്പൊ ഒരാളാണ്, നമ്മളാണ് ഒരു എമർജൻസി സിറ്റുവേഷന് വേണ്ടി അങ്ങോട്ട് വിളിക്കുന്നു, അങ്ങോട്ട് വീട്ടിലേക്ക് വിളിക്കുന്നതെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. ലാസ്റ്റ് ഭാഗമാണത് ക്രൂയിങ് എന്ന് പറയുന്നത്. അത് കുറച്ച് ക്രൂയിങ് പഠിക്കാനുണ്ട്. ക്രൂയിങ് എന്ന് പറഞ്ഞാൽ എന്താ? ആംബുലൻസുമായി ബന്ധപ്പെട്ട ജീവനക്കാര് അല്ലെ, അവരുടെ കാര്യങ്ങളാണ് കുറച്ച് പറയാനുള്ളത്. ജസ്റ്റ് ഒന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നോക്കി, ക്രൂയിങ്, there are different levels of qualification that the ambulance crew may hold, from holding the formal qualification to having a fully qualified doctor on board. അപ്പൊ ഈ ഒരു ആംബുലൻസുമായി ബന്ധപ്പെട്ട ജീവനക്കാർ ഒത്തിരി പേരുണ്ട് അല്ലെ. ആംബുലൻസിനുള്ളിൽ വർക്ക് ചെയ്യുന്നവര് മാത്രമല്ല, ആംബുലൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ജീവനക്കാരും ഈ ക്രൂയിങ്ങിൽ വരുന്നുണ്ട്. അപ്പൊ അവര് ഒത്തിരി, അതായത് ഒരു ക്വാളിഫിക്കേഷൻ പല ഡിഫറെന്റ് ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അതായത് ഫോർമൽ ക്വാളിഫിക്കേഷൻ, ഇപ്പൊ ജസ്റ്റ് ഒരു ട്രെയിനിങ്ങോ ഫസ്റ്റ് എയ്ഡ് പോലുള്ള ട്രെയിനിങ്ങുകൾ ലഭ്യമായത് മുതൽ ഒരു ഡോക്ടറുടെ ക്വാളിഫിക്കേഷൻ വരെയുള്ള ആളുകൾ ഈ ഒരു ആംബുലൻസ് ബോർഡിൽ ഇതിൽ ഉൾപ്പെടുന്ന ജീവനക്കാരുടെ ഉള്ളില് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി ഒരു മോസ്റ്റ് ഓഫ് ആംബുലൻസ് സർവീസസ് റിക്വയർഡ് അറ്റ്ലീസ്റ്റ് 2 ക്രൂ മെമ്പേഴ്സ് വേണം. ഒരു ആംബുലൻസ് സർവീസ് ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഏതൊരു ആംബുലൻസിലും 2 ക്രൂ മെമ്പർ എങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം. ടു ബി ഓൺ എവറി ആംബുലൻസ്, ഏതൊരു ആംബുലൻസിലും അറ്റ്ലീസ്റ്റ് ഒരു 2 ക്രൂ മെമ്പർ എങ്കിലും ഉണ്ടായിരിക്കും. ആരൊക്കെയായിരിക്കും ആ ക്രൂ മെമ്പർ? 1 ടു ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡ്രൈവ് ചെയ്യാനായിട്ട് ആംബുലൻസ് ഡ്രൈവർ വേണം അല്ലെ. അത് കൂടാതെ 1 ടു അറ്റൻഡ് ടു ദ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരാള് ഡ്രൈവ് ചെയ്യാനായിട്ട്. അങ്ങനെ 2 സ്റ്റാഫുകൾ അറ്റ്ലീസ്റ്റ്, സാധാരണ ഒരു നോർമൽ ആംബുലൻസ് പോലും അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു 2
സ്റ്റാഫുകളും ഉണ്ടായിരിക്കും. കോമൺ ആംബുലൻസ് ക്രൂ ക്വാളിഫിക്കേഷൻസ് ആണ്. ഇനി നമ്മൾ കുറച്ച് ആംബുലൻസിലുള്ള ആളുകളുടെയാണ് പറയുന്നത്. അപ്പൊ ക്രൂവിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ആംബുലൻസുമായി ബന്ധപ്പെട്ട എല്ലാ ജീവനക്കാരും പല ഡിഫറെന്റ് ക്വാളിഫിക്കേഷനിലുള്ള ആളുകളായിരിക്കും. അതൊരു ഫോർമൽ ആയിട്ടുള്ള ഒരു നോർമൽ ക്വാളിഫിക്കേഷൻ മുതൽ ഒരു ഡോക്ടർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറുടെ ക്വാളിഫിക്കേഷൻ വരെയുള്ള ആളുകൾ ആ ഒരു ബോർഡിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ഒരു ആംബുലൻസ് സർവീസിൽ ഒരു നോർമൽ ഏതൊരു ആംബുലൻസ് സർവീസിലും അറ്റ്ലീസ്റ്റ് 2 ആളുകളും 2 ജീവനക്കാരും ഉണ്ടായിരിക്കും. അതിൽ ഒരെണ്ണം ആരാണ്? ആംബുലൻസ് ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഒരാളുണ്ടായിരിക്കും. അത് ആംബുലൻസ് ഡ്രൈവറാണ്. രണ്ടാമതായിട്ട് പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരാളുണ്ടായിരിക്കും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു നോർമൽ ആംബുലൻസിൽ പോലും ഈ 2 ക്രൂ മെമ്പേഴ്സും എന്തായാലും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കും. ഇനി അതിൽ വരുന്ന ആളുകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ നോക്കി, ഫസ്റ്റ് റെസ്പോണ്ടർ. ആരാണ് ഫസ്റ്റ് റെസ്പോണ്ടർ? എ പേഴ്സൺ ഹു റീച്ചസ് ഫസ്റ്റ് അറ്റ് ദ സീൻ ഓഫ് ആൻ ഇൻസിഡന്റ്. ആ ഒരു സംഭവം നടന്ന ഉടനെ ആ ഒരു അപകട സ്ഥലത്തേക്ക് ആദ്യം എത്തുന്ന വ്യക്തിയാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്, അല്ലെ? ആൻഡ് whose job is to give early critical care. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ഫസ്റ്റ് റെസ്പോണ്ടറിന്റെ ജോബ് എന്താണ്? is to give early critical care. ആദ്യകാല പരിചരണം. എന്താണ്? ഒരു ക്രിട്ടിക്കൽ കെയർ. ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ ആ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിൽ മുൻപ്, ആ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ വഷളാവുന്നതിന് മുൻപ് തന്നെ നമുക്ക് അവർക്കുള്ള പരിചരണം കൊടുക്കാൻ പറ്റും, അല്ലെ? അതെന്താണെന്ന് നോക്കിയ സച്ച് ആസ് കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ. കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ അല്ലെങ്കിൽ CPR. കേട്ടിട്ടില്ലേ? CPR കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടില്ലേ? നമ്മൾ ഫിലിംസിലൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ CPR പോലെയുള്ള ഫസ്റ്റ് എയ്ഡുകളൊക്കെ കൊടുക്കാനായിട്ട് ലഭ്യമായ ട്രെയിനിങ്ങുകൾ ലഭിച്ചിട്ടുള്ള ആളുകളാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ അവരല്ലേ ആദ്യമായിട്ട് ആ സംഭവ സ്ഥലത്തേക്ക് എത്തേണ്ടതും അവർ തന്നെയാണ്, അല്ലെ? കാരണം ആ ഹോസ്പിറ്റലിലേക്ക് ഒരു ട്രീറ്റ്മെന്റ് ഫെസിലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് ആ ഒരു ആംബുലൻസിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഈ പേഷ്യന്റിന്റെ നിലവിലുള്ള കണ്ടീഷൻ ക്രിട്ടിക്കൽ ആയി കൂടുതൽ ക്രിട്ടിക്കൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡുകൾ അല്ലെങ്കിൽ CPR പോലെയുള്ള കൊടുക്കുന്നത്, അല്ലെ? ഇതൊക്കെ ഈസ് അപ്ലൈങ്. അപ്പൊ ചോദിക്കാനുണ്ട് കേട്ടോ. CPRന്റെ എക്സ്പാൻഡഡ് ഫോം. ഈ ഒരു ചാപ്റ്ററില്ല, മറ്റേ CPRുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്നൊക്കെ അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ അതിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ ഇട്ട് ചോദിക്കാം CPRന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണെന്ന് കേട്ടോ. അതുപോലെ തന്നെ ഫസ്റ്റ് റെസ്പോണ്ടർ ജോബ് എന്താണെന്ന് ചോദിക്കാൻ. എന്താണ്? ഈസ് ടു ഗിവ് ഏർലി ക്രിട്ടിക്കൽ കെയർ, അല്ലെ? ക്രിട്ടിക്കൽ കെയർ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കെയർ അല്ലെങ്കിൽ പരിചരണം, ആദ്യ പരിചരണം നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു CPR പോലുള്ള ഫസ്റ്റ് എയ്ഡുകളിലൂടെയാണ്. അപ്പൊ അതിനുവേണ്ടി വരുന്ന ഒരു വ്യക്തിയാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ഓർ അപ്ലൈങ് ആൻ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ AED. അതും ചോദിക്കാറുണ്ട് കേട്ടോ. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. AED അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റേഴ്സ്. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റേഴ്സ് എന്താണ് നമ്മൾ നെക്സ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലായിരുന്നോ? എന്തിനു വേണ്ടിയാണ് ഡീഫൈബ്രിലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? എക്യുപ്മെന്റ്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചില്ലേ? ഡീഫൈബ്രിലേറ്റേഴ്സ് ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പ് ഡിയില് എന്താണ് ഡീഫൈബ്രിലേറ്റേഴ്സ്? എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഡീഫൈബ്രിലേറ്റേഴ്സ് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ പിക്ചർ വേണ്ടത് ഏതാ? ഏതെങ്കിലും ഒക്കെ ഫിലിംസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അത് യൂസ് ചെയ്യുന്നത്. ആരും കണ്ടിട്ടില്ലേ? അന്നേരം പറഞ്ഞല്ലോ എല്ലാവരും കണ്ടിട്ടുണ്ടെന്നൊക്കെ. ഹാർട്ടിനെ റെസ്യൂം ചെയ്യാൻ, അല്ലെ, പുനരാരംഭിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെങ്കിൽ എക്യുപ്മെന്റ് ആണ് ഡീഫൈബ്രിലേറ്റേഴ്സ്. അപ്പൊ അങ്ങനെയുള്ള CPR കൊടുത്തിട്ട് നമ്മൾ അവരുടെ ഹാർട്ട് ബീറ്റ് ശരിയായില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും? ഈ ഡീഫൈബ്രിലേറ്റേഴ്സ് അല്ലെങ്കിൽ AED പോലെയുള്ളവ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതൊക്കെ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അതൊക്കെ കൊടുക്കാനായിട്ട് ട്രെയിനിങ്ങുകൾ ലഭിച്ചവരായിരിക്കും ഈ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ദെൻ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് മേ ബി സെൻഡ് CPR കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ? എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ? നമ്മുടെ ചെസ്റ്റില് കൈകൊണ്ട് എന്താ പുഷ് ചെയ്തിട്ട് കൊടുക്കുന്നത്, താഴേക്ക് പുഷ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ CPR അതുപോലെ തന്നെ CPR കൊടുത്തിട്ട് ഹാർട്ട് റേറ്റ് പുനരാരംഭിക്കാത്തവർക്കാണ് നമ്മൾ ഡീഫൈബ്രിലേറ്റേഴ്സ്, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ എന്നാണ് അതിന് പൂർണ്ണമായിട്ടുള്ള നെയിം കേട്ടോ. AED. അത് എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കി വെക്കുക. അത് എന്താണ് പോയിന്റ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മുടെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ പോയിന്റ് എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി വെക്കണം കേട്ടോ.
അത് രണ്ടും ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ആളായിരിക്കും. ഫസ്റ്റ് റെസ്പോണ്ടർ മേ ബി സെൻഡ് ബൈ ദ ആംബുലൻസ് സർവീസ്. അപ്പൊ ആംബുലൻസ് സർവീസിന്റെ ഒപ്പം നമുക്ക് ഫസ്റ്റ് റെസ്പോണ്ടർ വരുന്നുണ്ടാവും. ഓർ മേ ബി പാസേഴ്സ് ബൈ. ഇപ്പൊ ആ ഒരു ഏരിയ, ഇപ്പൊ ഒരു എമർജൻസി സിറ്റുവേഷൻ നടന്നു, ഒരു ആക്സിഡന്റ് നടന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർക്കെങ്കിലും പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു വിചാരിക്കുക. അപ്പൊ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള ട്രെയിനിങ് ലഭിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ചെയ്യാം, അല്ലെ? അങ്ങനെ ട്രെയിനിങ് ഇല്ലാത്തവര് ചെയ്താൽ പറ്റില്ല, അല്ലെ? അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങുകൾ ലഭിച്ച അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്യാനായിട്ട് അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സമയത്ത് ചെയ്യാം. അല്ലെങ്കിൽ ആ ഒരു ആംബുലൻസ് വരുന്നതിനോടൊപ്പം ഈ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സിന് വരാം. അല്ലെന്നുണ്ടെങ്കിലോ ഓർ മേ ബി ഡിസ്പാച്ച്ഡ് ടു ദ സീൻ ഫ്രം അതർ ഏജൻസീസ്, മറ്റ് ഏജൻസി പോലെയുള്ള, അതായത് പോലീസോ ഫയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അങ്ങനെയുള്ള ഏജൻസികളിൽ നിന്ന് വരുന്ന ഇങ്ങനെയുള്ള ട്രെയിനിങ് ലഭിച്ച ആളുകളോ ആവാം ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് റെസ്പോണ്ടർ ഇന്ന വ്യക്തിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത് ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ആംബുലൻസ് വരുന്ന സമയത്ത് ആംബുലൻസിന്റെ കൂടെ അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് ലഭിച്ചവര് വരാം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ അവിടെ കൂടി നിൽക്കുന്ന പാസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ആളുകളുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ട്രെയിനിങ് ലഭിച്ചവരുണ്ടെങ്കിൽ അവരും ഈ ഒരു ഫസ്റ്റ് റെസ്പോണ്ടർ ആവും. കാരണം എന്താ, ആ സമയത്ത് ആരാണ് ഏറ്റവും ആദ്യം അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്, അല്ലെ? അതല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യം ആരാണോ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്, ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ള ട്രെയിനിങ് കിട്ടുകയാണ്, നമ്മുടെ മുൻപിൽ അങ്ങനെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാളിങ്ങനെ ഹാർട്ട് റേറ്റ് ഒന്നും ഇല്ലാതെ ബുദ്ധിമുട്ടുകളൊന്നും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാലോ, അവർക്ക് CPR കൊടുക്കാലോ. നമ്മൾ ആരായപ്പോ അവിടെ ഫസ്റ്റ് റെസ്പോണ്ടർ ആയി. ക്ലിയർ ആയോ? ഇനി ഇങ്ങനെയുള്ള ആളുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ ആ സമയത്ത് എക്സ്റ്റേണൽ ഏജൻസി, അതായത് പോലീസോ ഫയർഫോഴ്സ് അല്ലെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകളൊക്കെ അവർക്ക് ഓൾറെഡി ഇങ്ങനെയുള്ള അവരുടെ ആ ഒരു ട്രെയിനിങ് പീരീഡിൽ തന്നെ ഇങ്ങനെയുള്ള CPR പോലുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ അവർക്ക് ഓൾറെഡി എന്ത് കിട്ടിയിട്ടുണ്ടാവും, ട്രെയിനിങ്ങുകൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അവരാണ് ആദ്യമായിട്ട് എത്തുന്നതെങ്കിൽ അവരും ഈ ഒരു ഫസ്റ്റ് റെസ്പോണ്ടർ ആയി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഇത് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയോ? ഫസ്റ്റ് റെസ്പോണ്ടർ ക്ലിയർ ആയോ? റെസ്പോണ്ട് ചെയ്യും. ഉറങ്ങുന്നേനോ എല്ലാവരും ഇരുന്ന്? സെക്കൻഡ് വൺ ആണ് ആംബുലൻസ് ഡ്രൈവർ. ആംബുലൻസ് ഡ്രൈവർ നമുക്കറിയാലോ, അല്ലെ? ആംബുലൻസിൽ നമ്മൾ ഡ്രൈവറിനെ കാണാറുണ്ട്. ഡ്രൈവർ ഇല്ലാതെ നമുക്കൊരു ആംബുലൻസ് കൊണ്ടുപോകാനും പറ്റില്ല, അല്ലെ? അപ്പൊ ആംബുലൻസ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ എന്താ? സം സർവീസസ് എംപ്ലോയീസ് സ്റ്റാഫ് വിത്തൗട്ട് എനി ക്വാളിഫിക്കേഷൻ ഓർ ജസ്റ്റ് ബേസിക് ഫസ്റ്റ് ട്രെയിനിങ് ഹൂസ് വർക്ക് ഈസ് ടു സിംപ്ലി ഡ്രൈവ് ദ വെഹിക്കിൾ. അപ്പൊ ആംബുലൻസ് ഡ്രൈവറുടെ പ്രധാന ജോലി എന്താണ്? എന്താ ആംബുലൻസ് ഡ്രൈവറുടെ പ്രധാന ജോലി? സിംപ്ലി എന്താ ചെയ്യേണ്ടത്? അവരധികം ക്വാളിഫിക്കേഷൻസ് ഒന്നും ഉള്ള ആളുകളായിരിക്കില്ല. ജസ്റ്റ് ആ ആംബുലൻസ് വാഹനം ഓടിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത്. ഇനി ചെറിയ രീതിയിലുള്ള ഒരു ബേസിക് ഫസ്റ്റ് ട്രെയിനിങ്, അതായത് ഫസ്റ്റ് എയ്ഡിന്റെ ചെറിയ ബേസിക് ട്രെയിനിങ്ങുകൾ ലഭ്യമായിട്ടുണ്ടെങ്കിൽ കൂടി ആ മറ്റുള്ളവരെ പോലെയുള്ള യാതൊരു ക്വാളിഫിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും അവർക്ക് അധികം ഉണ്ടായിരിക്കില്ല. അവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ ഒരു ആംബുലൻസ് കൈകാര്യം ചെയ്യുക, നല്ല രീതിയിൽ ആ വാഹനം ഓടിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇനി ആംബുലൻസ് ഡ്രൈവേഴ്സ് may also have training in using the radio. എന്താണ് റേഡിയോ ഇതിൽ പറയുന്നത്? ഏത് എക്യുപ്മെന്റ് ആണ് റേഡിയോ എന്നുള്ളതൊന്നും ഉദ്ദേശിക്കുന്നത്? നമ്മുടെ 2-way റേഡിയോ, അതുപോലെ തന്നെ നമ്മുടെ റേഡിയോ ഡേറ്റ സിസ്റ്റം ഒക്കെ പറഞ്ഞില്ലേ, എമർജൻസി മെസ്സേജുകളൊക്കെ കൈമാറാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ളവയൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ഇവർ അറിഞ്ഞിരിക്കണം. കാരണം ആംബുലൻസ് ഡ്രൈവർ ആണ് ആ മെസ്സേജുകൾ കൈമാറുന്ന ഈ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അപ്പൊ അവർ അതിനുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് അവരുടെ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് നോയിങ് വേർ മെഡിക്കൽ സപ്ലൈസ് ആർ സ്റ്റോർഡ് ഇൻ ദ ആംബുലൻസ്. അതുപോലെ തന്നെ ആംബുലൻസിൽ ഈ മെഡിക്കൽ സപ്ലൈസ് അല്ലെങ്കിൽ മെഡിക്കൽ സാധനങ്ങൾ എന്തെങ്കിലും എമർജൻസി വരാണെങ്കിൽ ആംബുലൻസിനുള്ളിൽ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ആംബുലൻസ് ഡ്രൈവർ അറിഞ്ഞിരിക്കണം. അപ്പൊ ആ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു എമർജൻസി വരികയാണെങ്കിൽ ആ അറ്റൻഡ് ചെയ്യുന്ന ആ സ്റ്റാഫ് ചോദിക്കുകയാണ്, ഇന്ന ഐറ്റം ഒന്ന് എടുത്ത് തരുമോ, അല്ലെങ്കിൽ ഇന്ന ഐറ്റം അവിടുന്ന് എടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആംബുലൻസ് ഡ്രൈവറിന്റെ അടുത്തില്ലെങ്കിൽ എന്താ പറ്റുക? ആ സമയമാണ് നഷ്ടപ്പെടുകയല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആംബുലൻസ് ഡ്രൈവറിന് ഈ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ആംബുലൻസിനുള്ളിൽ എവിടെയാണ് ഇരിക്കുന്നത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ ഈ 2-way റേഡിയോ, അതുപോലെ RBS സിസ്റ്റം ഒക്കെ കൃത്യമായിട്ട് എമർജൻസി മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ ഏറ്റവും പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്ന അവർക്ക് എന്താ? ആ വാഹനം, ആംബുലൻസ് എന്ന് പറയുന്ന ആ ഒരു വാഹനം ഓടിക്കുക എന്നുള്ളതാണ്. ചെറിയ രീതിയിലുള്ള ഫസ്റ്റ് എയ്ഡുകൾ പോലെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ അതിൽ കൂടുതലുള്ള ക്വാളിഫിക്കേഷൻസ് ഒന്നും അവർക്ക് ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിരിക്കില്ല. ക്ലിയർ ആയോ? ആംബുലൻസ് ഡ്രൈവർ. ഓക്കെ, ഇന്ന് 2 എടുക്കുന്നുള്ളൂ കേട്ടോ.
ഓക്കെ, അപ്പൊ നമ്മൾ ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞിട്ടുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഈ ക്രൂ കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഏതൊക്കെ ചാപ്റ്റർ ഞാൻ എടുത്തേന്നൊന്ന് പറഞ്ഞേ, ഓർക്കുന്നുണ്ടോ? ഏതൊക്കെ എടുത്തേന്ന് ഒന്ന് പറഞ്ഞേ. ഇൻട്രൊഡക്ഷൻ എടുത്തിട്ടുണ്ട്, ഹിസ്റ്ററി ഓഫ് മോർച്ചറി, ഡയാലിസിസ്, ബ്ലഡ് ബാങ്ക്, ഡയറ്ററി, ഡയാലിസിസ്, മോർച്ചറി, പിന്നെ എന്താ ഇപ്പൊ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ. പിന്നെ എന്താണ് എടുത്തിരിക്കുന്നത്? ലോണ്ടറി സർവീസ് എടുത്തില്ലേ? ലോണ്ടറി സർവീസ് എടുത്തില്ലേ നിങ്ങൾക്ക്? സർവീസ് എടുത്തു. ലോണ്ടറി സർവീസ് ഇപ്പൊ പാർട്ട് 4-ലാണ് തോന്നുന്നു. അപ്പൊ ലോണ്ടറി ചിലപ്പോ ഈ ഒരു എക്സാമിന് ഉണ്ടായിരിക്കില്ല, കാരണം നിങ്ങളുടെ ഫസ്റ്റും സെക്കൻഡും പേപ്പർ വൈസ് ആണല്ലോ എക്സാം നടത്തുന്നത്. അപ്പൊ ലോണ്ടറി നിങ്ങൾ അവിടെ വെച്ച് ബാക്കിയുള്ളതൊക്കെ ഒന്ന് പഠിപ്പിച്ചു. ഫോർത്ത് ഇതിലല്ലേ വരുന്നത്, പേപ്പറിലല്ലേ വരുന്നത് ലോണ്ടറി? ഓക്കെ, എക്സാം എന്നായിരിക്കും അതിനെ പറ്റിട്ട് അറിയുമോ? എക്സാമിന്റെ ഡേറ്റ് എന്തെങ്കിലും കൺഫേം ആയിട്ടുണ്ടോ? കൺഫേം ചെയ്തിട്ടില്ലല്ലോ, അത് നിങ്ങളുടെ ഒഫീഷ്യലായിട്ട് നിങ്ങൾക്ക് അറിയിക്കും കേട്ടോ. പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഏകദേശം കവർ ആവുന്നില്ലേ? ഇനി ഒത്തിരി ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ ആ പോർഷൻസ് ഒക്കെ ഏതൊക്കെയാണ് കംപ്ലീറ്റ് ആവാത്തത് എന്നുള്ളതൊന്നും നിങ്ങൾ എഴുതി തീർന്ന സമയത്ത് നിങ്ങളൊന്ന് ഇൻഫോം ചെയ്യണം. കാരണം അവർ ചോദിച്ചാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ കയറുന്ന സമയത്ത് ആളുടെ അടുത്ത് പറഞ്ഞാൽ മാമിന്റെ അടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ. ഏതൊക്കെ പോർഷൻസ് ആണ് കവർ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടും എടുത്ത് തരും. അതിനുശേഷമൊക്കെ എക്സാം ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് എല്ലാം എക്സാമിന്റെ ടൈം ടേബിൾ കിട്ടിയിട്ട് പഠിക്കാൻ നിൽക്കരുത് കേട്ടോ. അതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യുക, കിട്ടുന്ന സമയത്ത് ഓരോ ചാപ്റ്ററുകളായിട്ട് ഒന്ന് നോക്കി വെച്ചേക്കാം. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു എക്സാം സമയത്ത് കുറെ സ്ട്രെസ് കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു ആംബുലൻസ് സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ ചെയ്താന്ന് വെച്ച് നിങ്ങളുടെ കംപ്ലീറ്റ് ആവാത്തത് ഏതാന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ക്ലാസ് എടുത്ത് തരാം കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.